നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മ മോളേന്ന് കാണട്ടെ. നീ എന്താ ഈ വേഷത്തില്? കളിക്കാ നിങ്ങള്? വരും കതിർ മണ്ഡപത്തിലേക്ക് കയറി കഴിഞ്ഞു. ദേ മക്കളെ, ഈ പുതിയ കല്യാണങ്ങൾക്ക് ആളുകളെ പറ്റിക്കാൻ വേണ്ടി എന്തൊക്കെയോ തമാശകൾ നടക്കാറുണ്ട്. അതൊന്നും നമുക്ക് വേണ്ട കേട്ടോ. പ്രിയങ്ക വിളിക്കേ. എന്ത് ഭ്രാന്താ നിങ്ങളെ കാണിച്ചിരിക്കുന്നേ? പ്രിയങ്ക ഇവിടെ ഇല്ല. പിന്നെ അവൾ എങ്ങോട്ട് പോയി? എന്താ മോളെ നീ ഒന്നും പറയാതെ? നീ ഇവിടെയുള്ള വിശ്വാസത്തിലല്ലേ അച്ഛനും അമ്മയും അവിടെ നിന്നിരുന്നേ? എന്റെ ഈശ്വര, എന്റെ തല കറങ്ങുക. നിങ്ങളെ കാര്യം എന്താന്ന് വെച്ചാ പറ. അമ്മ ഒരു സിനിമയിലേക്ക് എന്നെ സെലക്ട് ചെയ്തു ഹീറോയിനായിട്ട്. അതിന്റെ പൂജ ചടങ്ങുകളുടെ കാര്യമാണ് ശരത്ത് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സിനിമക്കാരോട് ഇന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോരെ? അവർക്ക് നഷ്ടം വരുന്നതേ ലക്ഷങ്ങളാ. നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്താലേ അവരുടെ സിനിമയുടെ മുഴുവൻ ചെലവ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. അത് കൊടുക്കാനുണ്ടോ നിങ്ങളുടെ അച്ഛന്റെ കയ്യിൽ? ചേച്ചിക്ക് ഇപ്പൊ എന്താ കാണണ്ടേ? മാനക്കേട് കൊണ്ട് അച്ഛനും അമ്മയും ഹൃദയം പൊട്ടി ചാവുന്നതാണോ, അതോ ഞാൻ ഇതിനകത്ത് തൂങ്ങി ചാവുന്നതാണോ? എനിക്കിപ്പോ ഇവിടുന്ന് ശരത്തിന്റെ കൂടെ പോയേ പറ്റൂ. അതിന് ചേച്ചി എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ എന്താ സഹായിക്കാനാ? ഒരു മാർഗമുണ്ട്. തൽക്കാലം എന്റെ ആഭരണങ്ങളും വേഷമൊക്കെ അണിഞ്ഞ് ചേച്ചി സ്റ്റേജിൽ ഇരിക്കണം. അവൾ ഇറങ്ങി പോകുന്നൊക്കെ പറഞ്ഞപ്പോ നമ്മുടെ കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ എനിക്ക് വേറെ വഴിയില്ലെന്ന് തോന്നി. അതുകൊണ്ട് എനിക്ക് സമ്മതിക്കേണ്ടി വന്നത്. എനിക്കൊന്നും കേൾക്കണ്ട. ഈ വേഷത്തിൽ നീ ആ മണ്ഡപത്തിലെ ചെന്ന് നിന്നാ കഴിഞ്ഞില്ല. ഇന്നിവിടുന്ന് ദേവനാരായണനും കുടുംബത്തിന് അഭിമാനത്തോടെ പുറത്തിറങ്ങാൻ പറ്റുമോ? ഇത്രയും വലിയൊരു കുടുംബത്തിനെ ചതിച്ചിട്ട് വെറുതെ വിടും അവര് നമ്മളെ. വിളിക്കവളെ, എനിക്ക് അവളോട് സംസാരിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.